ഓക്കെ എനിവേ നമുക്ക് നല്ല ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ജൂനിയർ സ്റ്റൈം മുംബൈ പരിശീലനത്തിലെ മൊഡ്യൂൾ 7 ആണ്. മൊഡ്യൂൾ 7 പ്രധാനമായിട്ടും സസ്പെൻഷൻ സിസ്റ്റം, വീൽ ആൻഡ് ടയർ, പിന്നീട് നമുക്ക് സ്റ്റിയറിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്ക് 7ാമത്തെ മൊഡ്യൂളിലൂടെ 8ാമത്തെ മൊഡ്യൂളിൽ ചെറിയ പോർഷൻ കൂടെ കയറി വന്നിട്ടുണ്ട്. റിവിഷൻ സെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സിസ്റ്റംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാവരും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ വിശ്വസിക്കുന്നു. കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലാണ്. എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് തന്നെ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ലൈവായിട്ട് തന്നെ എല്ലാവരും നിൽക്കുക. ഓക്കെ എനിവേ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റിയറിംഗ് സിസ്റ്റം ഇൻ എ വെഹിക്കിൾ? സ്റ്റിയറിംഗ് സിസ്റ്റം ഇൻ എ വെഹിക്കിൾ. കാസ്റ്ററും ക്യാമ്പറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച ഒരു ഏരിയ ആണ് സ്റ്റിയറിംഗ് സിസ്റ്റം, അല്ലെ? ഇതിൽ ഏതാണ് ഓപ്ഷൻ എ ബി സി ഡി? വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ? What is the primary function of the steering system in a vehicle എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നു. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ടു കൺവേർട്ട് റോട്ടറി മോഷൻ ഓഫ് ദ സ്റ്റിയറിംഗ് വീൽ ഇൻടു ആംഗുലാർ മോഷൻ ഓഫ് ദി ഫ്രണ്ട് വീൽസ് എന്നുള്ളതാണ് ആൻസർ. അത് ആർക്കും തന്നെ തെറ്റിയിട്ടൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റിയറിംഗ് മെക്കാനിസം ഈസ് പ്രൈമർലി യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് today due to its simplicity and reduced wear on its components? കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിക്കുക. ആ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് പോയിന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് തന്നെ വേറെ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം, ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം, ബോത്ത് അക്കർമാൻ ആൻഡ് ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം, none of these. Which steering mechanism is primarily used in vehicles today due to its simplicity and reduced wear on its components എന്നുള്ളതാണ് ചോദ്യം. ഏതുവരും? ഓക്കെ, വേറെ സംശയമൊന്നുമില്ല. നമുക്ക് എന്താണ്? അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദ അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഓവർ ദി ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം? It is more complex, it provides better fuel efficiency, it experiences less wear on its parts, it is suitable for off-road vehicles. ഏതുവരും? It experiences less wear on its parts. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Which steering mechanism is primarily used in vehicles today due to its simplicity and reduced wear on its components എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദി അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഓവർ ദി ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം? അപ്പോൾ എന്ത് വരും? ഇറ്റ്സ് എക്സ്പീരിയൻസ് ലെസ് വിയർ ഓൺ ഇറ്റ്സ് പാർട്സ് എന്നുള്ളത് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഫോർ വീൽ സ്റ്റിയറിംഗ് സിസ്റ്റം? Which of the following is not a type of four-wheel steering system? Mechanical 4WS, hydraulic 4WS, electro-hydraulic 4WS, pneumatic 4WS. എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. Which of the following is not a type of four-wheel steering system? ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കൂടെ വെച്ചു എന്നുള്ളതും പ്രശ്നമില്ല. കാരണം ഇതൊരു റിവിഷൻ സെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവാം. കുഴപ്പമൊന്നുമില്ല. അപ്പോഴൊന്ന് പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോഴേ. ഓക്കെ അലക്സാണ്ടർ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം നമുക്കറിയാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫോർ വീൽ സ്റ്റിയറിംഗ് മെക്കാനിസം ആണ് ഉള്ളത് നമുക്കറിയാം. There are 3 types of production of four-wheel steering system are mechanical, hydraulic and electro-hydraulic. Okay, clear? ഓക്കെ, അപ്പൊ എന്ത് വരും? ന്യൂമാറ്റിക് 4WS ഇതിലുണ്ടോ? ഇതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ നോട്ട് എ ടൈപ്പ് ആയതുകൊണ്ട് ഇതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ഡി, ന്യൂമാറ്റിക് 4WS ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം ഒരുപാട് പേർക്ക് ആൻസർ തെറ്റാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇലക്ട്രോ ഹൈഡ്രോളിക്കൽ കോറി ആൻസർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which type of vehicle would you typically find a steering column with an inclination angle of up to 70 degree? 70 degree. Commercial vehicles, motor cars, sports cars, bicycles. ഏതുവരും?
സ്പോർട്സ് കാർസ് വരും അല്ലേ. സ്പോർട്സ് കാർസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നോക്കുക, ഇംഗ്ലീഷ് പറയുമ്പോൾ 20 ഡിഗ്രി ഫോർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, 50 ഡിഗ്രി ഇൻ മോട്ടോർ കാർസ്, 70 ഡിഗ്രി ഇൻ സ്പോർട്സ് കാർ. അപ്പൊ 3 വാല്യൂ ഓർത്തിരിക്കാം. 20 ഡിഗ്രി ഇൻ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, 20 ഡിഗ്രി ഇൻ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, 50 ഡിഗ്രി ഇൻ മോട്ടോർ കാർസ്, up to 70 degree in sports car. ഓക്കെ, അപ്പൊ ഒരെണ്ണം ചോദിച്ച സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം റിലേസ് ഓൺ ഇലക്ട്രോണിക് സെൻസേഴ്സ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ടു അസിസ്റ്റ് സ്റ്റിയറിംഗ് വിത്തൗട്ട് ദ ഡയറക്റ്റ് കണക്ഷൻ ഓഫ് ദി സ്റ്റിയറിംഗ് ഗിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്നും പ്രത്യേകിച്ച് ഡിഫിക്കൽറ്റി ലെവൽ ഒന്നും തന്നെയില്ല. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. Okay, next question. When the top of the tire is tilted outward. Okay, അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ക്യാമറ ആംഗിൾ ആണ് അവിടെ വരിക? ഏത് ടൈപ്പ് ക്യാമറ ആംഗിൾ ആണ് അവിടെ വരിക? ഓക്കെ, ഓൾറെഡി ആൻസർ ഈസ് ദെയർ അല്ലേ. ഓക്കെ, പോസിറ്റീവ് ക്യാമ്പർ. എന്താ ക്യാമ്പർ എന്ന് പറഞ്ഞാൽ? ക്യാമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാമ്പർ എന്താ? ക്യാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ക്യാമ്പർ? ടിൽറ്റ് ഓഫ് കാർ വീൽസ് ഫ്രം ദി വെർട്ടിക്കൽസ് എന്ന് പറയാം അല്ലെ. ടിൽറ്റ് ഓഫ് കാർ വീൽസ് ഫ്രം ദി വെർട്ടിക്കൽ. ഔട്ട്വേർഡ് ആണെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ നോർമൽ കൊടുക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി ആണ്. ഒരുപാട് പോയിന്റുകൾ ഇതുമായിട്ട് ഇപ്പം നമുക്ക് പോസിറ്റീവ് ക്യാമ്പർ, ടോയ് ഔട്ട്, അത് ഔട്ട് സൈഡ് ആണ് വീറുണ്ടാകുക. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ. ഓക്കെ, ആംഗിൾ എത്ര? ആംഗിൾ നോർമൽ നമ്മൾ കൊടുക്കുന്ന ക്യാമറ ആംഗിൾ. യെസ്, കറക്റ്റ്. Tilt of the car wheel from the vertical, അല്ലെ? Tilt of the car wheel from the vertical. Okay. 2 ഡിഗ്രി ഒക്കെയാണ് നോർമലി നമ്മൾ കൊടുക്കുക. 2 to 5. 2 ഒരു വേണം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വീൽ റേക്ക് എന്നും കൂടെ നമുക്ക് ഇതിന് വേണമെങ്കിൽ പറയാം അല്ലെ. ആൾസോ കോൾഡ് വീൽ റേക്ക്. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. What is the angle between the central line of the tire and vertical line drawn from the central point is known as? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? What is the angle between the central line of a tire and vertical line drawn from its central point is known? Okay, ക്യാമറ തന്നെയല്ലേ? The angle between the kingpin center line and the vertical plane of the wheel എന്ന് പറഞ്ഞാൽ എന്ത് വരും? The angle between the kingpin center line and the vertical plane of the wheel. അങ്ങനെ വന്നാൽ എന്ത് വരും? അങ്ങനെ വന്നാൽ കാസ്റ്റർ വരും അല്ലേ. ഓക്കെ, next question. What is one of the primary purpose of caster in a vehicle steering system? Caster കൊടുക്കുന്നത് എന്തിനാണ്? To increase fuel efficiency, to maintain directional stability and control, to provide better traction, to adjust the camera.
ഓഫ് കോഴ്സ് മെയിൻറ്റെയിൻ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ എന്നുള്ളതാണ് കൃത്യമായ ആൻസർ ആയിട്ട് വരിക. ഇവിടെ നമ്മൾ നോർമലി കൊടുക്കുന്ന കാസ്റ്റ് ട്രയാങ്കിൾ എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഫ്രം യുവർ ഓൾഡ് മെമ്മറി നോർമലി കൊടുക്കുന്ന കാസ്റ്റ് ട്രയാങ്കിൾ നോർമലി ജനറലി കൊടുക്കുന്ന കാസ്റ്റ് ട്രയാങ്കിൾ കാസ്റ്റ് ട്രയാങ്കിൾ 3 ഡിഗ്രി ഒക്കെ കൊടുക്കുക അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പർപ്പസ് ഓഫ് കാസ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത് ടു മെയിൻറ്റെയിൻ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ, ടു ഇൻക്രീസ് സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി, ടു റെഡ്യൂസ് ഡ്രൈവേഴ്സ് എഫോർട്ട്, ടു ടേൺ ദ വെഹിക്കിൾ. ഈ മൂന്നെണ്ണാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ എന്താണ്? ടു മെയിൻറ്റെയിൻ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്റ്റിയറിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് വെഹിക്കിൾ സ്റ്റിയറിംഗ് സിസ്റ്റം? എന്താണ് സ്റ്റിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സ്റ്റിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? The number of wheels on the vehicle, number of turns on the steering wheel required for one turn of the steering gear across shaft, the maximum speed of the vehicle can reach, the size of the tires on the vehicle, okay, the number of turns of the steering wheel required for one turn of the steering gear cross shaft. Okay, no mistakes. Other question, very important question. In passenger car without power steering, what is the typical range of steering ratio? 5:1 to 10:1, 11:1 to 24:1, 1:1 to 3:1, 25:1 to 30:1. Okay, without any doubt we can tell 11:1 to 24:1 is the right answer. Okay. Next question, how is a variable reduction ratio achieved in steering gears? By changing the size of the steering wheel, by varying the pitch of the worm or cam, by adjusting the tire pressure, by changing the length of the steering column. ഏതാണ് ആൻസർ? 4 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. വൺസ് അഗെയിൻ തെറ്റായ ആൻസേഴ്സും വരുന്നുണ്ട്. ഹൗ ദ വേരിയബിൾ റിഡക്ഷൻ റേഷ്യോ, ഏതാ ആൻസർ വരിക? ബൈ വേരിയിങ് ദ പിച്ച് ഓഫ് ദ വോം ഓർ ക്യാം ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് ഈ ജസ്റ്റ് ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട, ആ ഒരു ഏരിയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്നും കൂടെ വായിച്ചു. കാരണം നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ട് അറിയേണ്ടത് ഇത് റെഫേഴ്സ് എന്താണ് റേഷ്യോ. ഇറ്റ് ഇസ് നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് ഓൺ ദ സ്റ്റിയറിംഗ് വീൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് വൺ ടേൺ ഓഫ് സ്റ്റിയറിംഗ് gear cross shaft. It is done by the pitman hammer. The steering ratio ranges from 11:1 to 24:1 in passenger car. Okay, a variable reduction ratio on steering gear is obtained by varying the pitch of the worm or cam. ഈ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കയറി വരാം. എപ്പോഴും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് the turning radius of a vehicle represent? What does the turning radius of a vehicle represent? ഏത് വരും? ഓക്കെ, വലിയ ഡൗട്ട് ഇല്ലാത്തൊരു ചോദ്യമാണ്. The radius of the circle on which the outside wheel moves when the front wheel are turned to their extreme outer position. Okay, direct and definition. Next question, in the context of buses and trucks, what is the typical range of turning radius? 1 to 3 meters, 5 to 7.5 meters, 10 to 12 meters, 20 to 25 meters.
5 to 7.5 മീറ്റർ ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്കുക. 5 to 7.5 മീറ്റർ. എന്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എന്താണ് SAI? SAI ഈസ് ദ സം ഓഫ് ടു ആംഗിൾസ്. ഏതൊക്കെ ആംഗിളുടെ സമ്മാണ് SAI? സോറി, ഇൻക്ലൂഡഡ് ആംഗിൾ. ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് ആംഗിളുകളുടെ സം ആയിട്ട് പറയാറുണ്ട്. ഏതൊക്കെ രണ്ടെണ്ണത്തിന്റെ സമ്മാണ് ഇൻക്ലൂഡഡ് ആംഗിൾ? ഓക്കെ, ക്യാംബർ ആൻഡ് SAI. ഗുഡ്. Next question. Why is important to minimize the unsprung mass in a vehicle design? എന്തിനാണ് unsprung mass കുറയ്ക്കണമെന്ന് പറയുന്നത്? To increase fuel efficiency, to reduce the cost of manufacturing, to achieve good driving safety and comfort, to increase the vehicle's top speed. ഒന്നുമില്ല, to achieve good driving safety and comfort. Okay. Next question. Which of the following contributes the unsprung mass of a vehicle? താഴെ പറയുന്നവർ unsprung mass ആയിട്ട് വരുന്നത് എന്താണ്? Engine and transmission, suspension spring and shock absorbers, tires and wheels, steering wheel and pedals. Okay, tires and wheel എന്ന് പറയുന്നത് എന്താണ്? അൺസ്പ്രങ് മാസ് ആയിട്ട് വരുന്നതാണ്. കാരണം സ്പ്രിങ്ങിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കുന്നത് അല്ലേ. വേറെ ഒന്നും അങ്ങനെ വലിയ ഡിഫിക്കൽട്ട് ഇല്ല, പക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് കയറി വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ലീവ് സ്പ്രിംഗ് സസ്പെൻഷൻ സിസ്റ്റം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഷാക്കിൾ? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. To control the frame and axle, to anchor one end of the spring to the frame, to mount the spring on the axle, to accommodate changes in spring length. Okay, ഒന്നുമില്ല, to accommodate changes in spring length. Okay, no mistakes found. Okay, എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which component is used to secure the leaf spring to the axle in a leaf spring suspension system? എന്താ ആൻസർ വരും? ഷാക്കിൾ ആണോ, യു ബോൾട്ട് ആണോ, ഫ്രെയിം ആണോ, ബംസ് ആൻഡ്? കാരണം ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഒരു എന്താ പറയാ, ഒരു സുഖമില്ലാത്ത ഓപ്ഷൻസ് ആണ്. ഇവിടെ കുറച്ചും കൂടെ ട്രിക്കി ഓപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി യു വിൽ കൺഫ്യൂസ്. ഇവിടെയുള്ള ഓപ്ഷൻസിൽ നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. എന്താണ്, യു ബോൾട്ടിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ പോവാം. ആൻസർ യു ബോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസ് വൈൻഡപ്പ് ആയിട്ടുണ്ട്. പിന്നെ കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ് പിൻ ഇൻക്ലിനേഷൻ എന്താണ്? കിങ് പിൻ ഇൻക്ലിനേഷൻ. കിങ് പിൻ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രിയാണ് കൊടുക്കുക? എത്ര ഡിഗ്രി വരെ കൊടുക്കാം? കിങ് പിൻ ഇൻക്ലിനേഷൻ നമുക്ക് എത്ര ഡിഗ്രി വരെ കൊടുക്കാം? കിങ് പിൻ ഇൻക്ലിനേഷൻ ഓക്കെ. ഇൻക്ലിനേഷൻ ഓഫ് ദ കിങ് പിൻ ഫ്രം ദ വെർട്ടിക്കൽ ആണ് കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. മോഡേൺ കാർസിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ബോൾ ജോയിന്റ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനെ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന് പറയാം. ഡാഷ് സ്റ്റെബിലിറ്റി 7 ഡിഗ്രി ടു 8 ഡിഗ്രി ആണ് എന്ത് ചെയ്യുക? കിങ് പിൻ ഇൻക്ലിനേഷൻ കൊടുക്കുക കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് കാസ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡബിൾ പിവറ്റ് സ്റ്റിയറിംഗ് മെക്കാനിസം ആണ്. ഡബിൾ പിവറ്റ് സ്റ്റിയറിംഗ് മെക്കാനിസം ആണ്. ആൻഡ് ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നതാണ്, കോമൺലി യൂസ്ഡ് അതാണ്. ഇതാണ് പ്രധാനമായിട്ട് അക്കർമാനെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചത് ഈ ഒരു മൊഡ്യൂളിലെ നമ്മൾ ക്ലാസ്സിൽ അധികം ഡിസ്കസ് ചെയ്യാത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു വിത്തിൻ ദിസ് ടോപ്പിക്സ്. അപ്പൊ എന്ത് ചെയ്യാം, നോട്ട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക.
നെക്സ്റ്റ് ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ കവർ ചെയ്യും. നാളെയും കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് പരിപാടി തീർക്കാം. നാളെയും കൊണ്ട് തീരും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നീട് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ സൗണ്ടിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് ഇന്ന് രാത്രി തന്നെ റീ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എന്റെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്തോട്ടെ. നാളെ ലൈവ് ക്ലാസ്സിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫൈൻ. സപ്പോസ് ലൈവ് പറ്റിയില്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം ഇട്ട് തരും. ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് നേരെ കയറി ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അധികം ദിവസമല്ലേ, 2 ദിവസം കൊണ്ട് എക്സാം ആയില്ലേ. പിന്നെ എക്സാമിന്റെ സമയത്ത് നമ്മൾ കട്ട് ഓഫ് നമ്മളെ പ്രെഡിക്റ്റ് ചെയ്യണ്ട. ആദ്യം ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് 2 തവണ വായിച്ചു നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാൻ. നേരെ കയറി ഒന്ന് ആൻസർ ചെയ്യണ്ട. ഓക്കെ, ചാടി കയറി ആൻസർ ചെയ്യേണ്ട. ഒന്ന് ആലോചിച്ചൊക്കെ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി വിട്ടൊന്നും വരില്ല. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്യാണ്. മോക്ക് ടെസ്റ്റ് നമുക്ക് ഇടാൻ കുഴപ്പമില്ല. മൊത്തത്തിലൊരു ടെസ്റ്റ് ഇടണോ? മൊത്തത്തിലൊരു ടെസ്റ്റ് ഇടണോ? ഫോർ എല്ലാ മോഡലും കൂടെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ ടെസ്റ്റ് ഇടാം. ഓക്കെ, കാരണം പിന്നെ എല്ലാവരും ഇപ്പൊ ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന്റെ എണ്ണം ഞാൻ നോക്കിയപ്പോ ആകെ 15 പേര് 20 പേരൊക്കെയാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുക. കാരണം ആൾക്കാർ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന വളരെ കുറവാണ്. അപ്പൊ ഇപ്പൊ ലൈവ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നത്. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ ലെവലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് മാക്സിമം എഫേർട്ട് എടുക്കുക. മാക്സിമം ശ്രമിച്ചാൽ ചിലപ്പോൾ എല്ലാം കയറിപ്പോകും. കാരണം ഒരാൾക്ക് എന്തായാലും ഒരു ജോലിയിലേ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ MVയും WEയും എല്ലാ പരീക്ഷ ഒരുമിച്ച് വരുന്ന സമയമാണ്. അപ്പൊ ഒന്ന് എഫേർട്ട് എടുത്ത് നോക്കുക. ബാക്കിയൊക്കെ അതിന് വരുന്ന വഴിക്ക് നടക്കും. ഓക്കെ, 100 ക്വസ്റ്റ്യൻ വെച്ചൊരു മോക്ക് ടെസ്റ്റ് ഇടാം. പക്ഷെ ആൾക്കാര് 100 ക്വസ്റ്റ്യൻ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അതാണ് കാരണം. കൂടുതൽ പേര് 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കും, ആൻസർ ചെയ്യില്ല. അത് കാണുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ കുറയുക. നമുക്ക് ടെസ്റ്റ് ഇടാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്ട്രോങ് എന്തുണ്ട്, ലൈബ്രറി ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി, ബുദ്ധിമുട്ടില്ല. ഞാൻ ഇടാം, നെക്സ്റ്റ് ഡേ തന്നെ ഇടാം. എക്സാം ഡേറ്റ് എന്താണ്? ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ ഇതിപ്പോ 4-ാം തീയതി അല്ലേ? 7-ാം തീയതി അല്ലേ എക്സാം? 7 or 8? 7-ാം തീയതി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 6-ാം തീയതി നാളെ കഴിഞ്ഞ് എന്നാ ടെസ്റ്റ് ഇടാം. ഓക്കെ, ഡേ ആഫ്റ്റർ ടുമോറോ നമുക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. ഫൈൻ. അങ്ങനെയാണ് ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്.